സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ലിയോൺ ദ സോളൻറ്റിലാണ്. ലിയോൺ ദ സോളൻറ്റ് ഇംഗ്ലണ്ടിലെ ഹാംഷെയറിലെ ഗോസ്പോർട്ട് ബറോയിലെ കടൽ തീരത്തുള്ള ഒരു പ്രദേശമാണിത്. ഞങ്ങളിപ്പോൾ ലിയോൺ ദ സോളൻറ്റിലുള്ള ബീച്ചിലാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായൊരു പ്രദേശമാണിത്. പോർട്സ്മൗത്തിൽ നിന്ന് ഏകദേശം 5 മൈൽ പടിഞ്ഞാറായിട്ടാണ് ലിയോൺ ദ സോളൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് പ്രധാനമായും പ്രാദേശിക സന്ദർശകരുടെ തിരക്കുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണിത്. ലിയോൺ ദ സോളൻറ്റിന് വ്യോമയാനവുമായി ദീർഘകാല ബന്ധമുണ്ട്. 1915 തന്നെ ലിയോൺ ദ സോളൻറ്റിൽ സീപ്ലെയിൻ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. യേറ്റ്സ്, കുക്ക് ആൻഡ് ഡെർബിഷെയർ എന്നീ ആർക്കിടെക്റ്റുകൾ രൂപകൽപ്പന ചെയ്ത 120 അടി ഉയരമുള്ള ഒരു വെളുത്ത വി ആകൃതിയിലുള്ള ആർടെക്കോ കെട്ടിടം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പുൽമേടുകളുടെ ഒരു പശ്ചാത്തലമാണ് ഈ ഐൽ ഓഫ് വൈറ്റ് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. സൗത്താംപ്ടണിലേക്കും പോർട്സ്മൗത്തിലേക്കും വലിയ കണ്ടെയ്നർ കപ്പലുകളുടെയും ക്രൂയിസുകളുടെയും ഷിപ്പിംഗ് നീക്കങ്ങൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഐൽ ഓഫ് വൈറ്റിൻ്റെ പശ്ചാത്തലം ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് മറ്റൊരു വലിയ പ്രത്യേകതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അപൂർവ ഹോവർ ക്രാഫ്റ്റുകളുടെ ശേഖരം ഉൾക്കൊള്ളുന്ന ഹോവർക്രാഫ്റ്റ് മ്യൂസിയമാണ് ലിയോൺ ദ സോളൻറ്റ്. ബീച്ചിനടുത്തായി തന്നെ ലിയോൺ ദ സോളൻറ്റിൻ്റെ പ്രശസ്തമായ ടെന്നീസ് ക്ലബ്ബും ഗോൾഫ് ക്ലബ്ബും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ലിയോൺ ദ സോളൻറ്റിൽ ചെന്നപ്പോൾ ഭീകരമായ തണുപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു -1 ഡിഗ്രി, അതിന് താഴെ തന്നെ ആയിരുന്നു തണുപ്പുള്ളത്. തെക്കൻ തീരത്തുള്ള പല പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും പോലെ ലിയോൺ ദ സോളൻറ്റിലും UK മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നേരിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. അടുത്തുള്ള പോർട്സ്മൗത്ത്, സൗത്താംപ്ടൺ നഗരത്തേക്കാൾ അല്പം കൂടുതൽ തണുപ്പാണ് ഇവിടെ. 1987 ജനുവരിയിൽ റെക്കോർഡ് കുറഞ്ഞ താപനില -9.2 ഡിഗ്രി സെൽഷ്യസ് ലിയോൺ ദ സോളൻറ്റിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും ഈ യാത്ര വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾക്ക് ഈ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളായി ഞങ്ങൾ ആഗ്രഹിച്ചാണ് ഈ ലിയോൺ ദ സോളൻറ്റ് ബീച്ചിലൊന്ന് വരണമെന്ന്. ഈ യാത്ര ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത്ര മനോഹരമായ സ്ഥലമാണ്, അത്ര മനോഹരമായ ബീച്ചാണ്. ഈ ബ്രിട്ടീഷുകാർ എത്ര സുരക്ഷിതമായാണ് ഈ ബീച്ചിനെ സംരക്ഷിക്കുന്നത്.